ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ചുറ്റും കാണാൻ പോലും പറ്റാത്തൊരു ലോകമുണ്ട്. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാൽ നിറഞ്ഞ ഒരു ലോകം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ അദൃശ്യ ലോകത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ചില അത്ഭുതകരമായ വഴികളെക്കുറിച്ചാണ്. ഇതാണ് ഫിസിക്സിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. അതായത്, ഈ കണികകൾ നമ്മുടെ എല്ലാം ചുറ്റുമുണ്ട്, പക്ഷേ പ്രശ്നമെന്താണെന്നാൽ അവയെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. പകരം പദാർത്ഥങ്ങളുമായിട്ട് അവ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ സൂചനകൾ കണ്ടെത്താൻ നമ്മൾ അതിവിദഗ്ധമായ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കാണാൻ പറ്റാത്തതിനെ നമ്മൾ കാണുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്ന ചില ഡിറ്റക്ടറുകളുടെ ലോകത്തേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ രീതിയുണ്ടല്ലോ, അത് പ്രകാശത്തിന്റെ ചെറിയ മിന്നലുകൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സിൻറ്റിലേഷൻ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ഒരു പ്രത്യേകതരം ക്രിസ്റ്റലിൽ കാണാൻ പറ്റാത്ത ഒരു കണം വന്നിടിക്കുന്നുവെന്ന് വിചാരിക്കാം. ആ നിമിഷം അതൊരു കുഞ്ഞു നക്ഷത്രം പോലെ മിന്നും. കണ്ടോ, ഈ മിന്നലാണ് സിൻറ്റിലേഷൻ. ഈ ലൈറ്റ് ഫ്ലാഷ് പിടിച്ചെടുത്തിട്ടാണ് ആ വന്ന കണം ഏതാണെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇത് എങ്ങനെയാ നടക്കുന്നതെന്നറിയോ? ഒരു ന്യൂട്രോൺ നേരെ വന്ന് സിൻറ്റിലേറ്ററിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒറ്റയിടി. ആ ഇടിയുടെ ശക്തിയിൽ പ്രോട്ടോൺ അങ്ങ് തെറിച്ചുപോകും. ഈ പ്രോട്ടോൺ ഭയങ്കര സ്പീഡിൽ ആ മെറ്റീരിയലിലൂടെ പോകുമ്പോൾ അതിന്റെ എനർജി ഒരു ചെറിയ ലൈറ്റ് ഫ്ലാഷായിട്ട് പുറത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ, ആ കണത്തിന്റെ എനർജി നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റായി മാറുന്നു. കൊള്ളാമല്ലേ? അപ്പോ ഈ രീതി എത്രത്തോളം കൊള്ളാം? ഫാസ്റ്റ് ന്യൂട്രോണുകളെയൊക്കെ കണ്ടുപിടിക്കാൻ ഇതിന് ഏകദേശം 50% എഫിഷ്യൻസിയുണ്ട്. അതായത്, ഇതിലൂടെ കടന്നുപോകുന്ന 2 ന്യൂട്രോണുകളിൽ ഒന്നിനെ ഇത് ഉറപ്പായും പിടികൂടും. അത് വളരെ മികച്ച ഒരു കണക്കാണ്. ഇതൊരു വെറും സാധാരണ ഉപകരണമല്ല കേട്ടോ. ചരിത്രം തന്നെ മാറ്റിമറിച്ച കണ്ടെത്തലുകൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ആന്റി ന്യൂട്രിനോ കേട്ടിട്ടുണ്ടോ? ആ ഒരു നിഗൂഢ കണികയുണ്ടെന്ന് ആദ്യമായി തെളിയിച്ചത് ഇതുപോലൊരു ലിക്വിഡ് സിൻറ്റിലേഷൻ ഡിറ്റക്ടർ വെച്ചിട്ടായിരുന്നു. അതിനൊരു പ്രത്യേക ടെക്നിക്ക് ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ ഒരു ഇരട്ട സിഗ്നലിനു വേണ്ടി കാത്തിരുന്നു. ആദ്യം ആന്റി ന്യൂട്രിനോ ഒരു പ്രോട്ടോണുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഒരു ലൈറ്റ് ഫ്ലാഷ് ഉണ്ടാവും. പിന്നെ കൃത്യം 10 മൈക്രോസെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമതൊരു ഫ്ലാഷ് കൂടി. ഈ ഡബിൾ ഫ്ലാഷ് കിട്ടിയാൽ ഉറപ്പിച്ചു അവിടെ ഒരു ആന്റി ന്യൂട്രിനോ വന്നിട്ടുണ്ട്. ഇതായിരുന്നു അതിന്റെ തർക്കമില്ലാത്ത തെളിവ്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് പോകാം. സിൻറ്റിലേറ്ററുകൾ ലൈറ്റിനെയാണല്ലോ ആശ്രയിക്കുന്നത്. എന്നാൽ സെമികണ്ടക്ടറുകൾ അങ്ങനെയല്ല. അത് ഊർജ്ജത്തെ നേരിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല. റേഡിയേഷൻ നേരെ വന്ന് സെമികണ്ടക്ടറിൽ തട്ടുമ്പോൾ തന്നെ ആ എനർജി ഒരു ഇലക്ട്രിക്കൽ പൾസായി മാറും. ഇടയിൽ വേറെ ആളില്ലാത്തതുകൊണ്ട് ഇത് വളരെ കൃത്യമായിരിക്കും. ഈ ഡിറ്റക്ടറുകളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത് അവയുടെ കൃത്യതയാണ്. അതായത്, വരുന്ന കണികയുടെ എനർജി എത്രയാണെന്ന് വളരെ വളരെ സൂക്ഷ്മമായി അളക്കാൻ ഇവയ്ക്ക് പറ്റും. ഇതിനെയാണ് നമ്മൾ ഹൈ എനർജി റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഈ കൃത്യത എത്രയുണ്ടെന്നറിയാമോ? ഒരു ഫോട്ടോ ഫിനിഷിൽ ഓടുന്ന 2 ഓട്ടക്കാർ ഒരു നൂലിഴ വ്യത്യാസത്തിൽ വേർതിരിച്ചറിയുന്ന പോലെയാണിത്. എനർജിയിൽ വളരെ ചെറിയ വ്യത്യാസമുള്ള 2 കണികകളെ പോലും ഇതിന് തിരിച്ചറിയാൻ പറ്റും. വെറും 2 കിലോ ഇലക്ട്രോൺ വോൾട്ടിന്റെ വ്യത്യാസം പോലും അത്രയ്ക്ക് പവർഫുള്ളാണ്. ഇത്രയും സൂക്ഷ്മതയുള്ളതുകൊണ്ട് തന്നെയാണ് ഗാമാറേ സ്പെക്ട്രോസ്കോപ്പി പോലുള്ള കാര്യങ്ങൾക്ക് ഇവയെ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതായത്, ഒരു വസ്തുവിൽ നിന്ന് വരുന്ന റേഡിയേഷന്റെ എനർജി അളന്ന് ആ വസ്തു എന്താണെന്നും അതിന്റെ ഘടന എന്താണെന്നും ഒക്കെ പഠിക്കുന്നൊരു രീതിയാണിത്. അപ്പോൾ നമ്മൾ 2 തരം ഡിറ്റക്ടറുകളെ കണ്ടു അല്ലേ? ഒന്ന് പ്രകാശത്തിന്റെ മിന്നൽ ഉപയോഗിക്കുന്നു, മറ്റൊന്ന് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇതൊന്നിനേക്കാൾ മെച്ചം മറ്റേതാണെന്നല്ല കേട്ടോ. രണ്ടും വ്യത്യസ്ത ജോലികൾക്ക് വേണ്ടിയുള്ള 2 കിടിലൻ ടൂൾസാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ട്. ഒരു ഗ്യാസ് കൗണ്ടർ എന്ന് പറയുന്നത് എത്ര മഴത്തുള്ളി വീണു എന്ന് മാത്രം എണ്ണുന്ന ഒരു മഴമാപിനി പോലെയാണ്. സിൻറ്റിലേഷൻ കൗണ്ടറോ അതൊരു ഫ്ലാഷ് ക്യാമറ പോലെയാണ്. മിന്നലുകൾ കാണുന്നു, എപ്പോ സംഭവിച്ചുവെന്ന് കൃത്യമായി പറയും. എന്നാൽ സെമികണ്ടക്ടർ കൗണ്ടർ ഒരു ഹൈ റെസല്യൂഷൻ ഡിജിറ്റൽ സെൻസർ പോലെയാണ്. ഓരോ കണികയുടെയും എനർജി വളരെ കൃത്യമായി അളക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾക്കൊരു സംഭവം എപ്പോഴാണ് നടന്നത് എന്നറിയാനാണോ താൽപ്പര്യം? അതായത് ടൈമിംഗ് ആണോ പ്രധാനം? എങ്കിൽ സിൻറ്റിലേഷൻ ഡിറ്റക്ടറാണ് ബെസ്റ്റ്. അതല്ല, വന്ന കണികയുടെ എനർജിയെക്കുറിച്ച് വളരെ കൃത്യമായ ഡീറ്റെയിൽസാണോ വേണ്ടത്? എങ്കിൽ ഒരു സംശയവും വേണ്ട, സെമികണ്ടക്ടർ തന്നെ തിരഞ്ഞെടുക്കണം. ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകൾ വെറും ഉപകരണങ്ങൾ മാത്രമല്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്ന പല കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ ഇവ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, പാരിറ്റി ലംഘനം. ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണിത്. അത് തെളിയിക്കാൻ സിൻറ്റിലേറ്ററുകൾ സഹായിച്ചു. അതുപോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഘടനയെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കാൻ സെമികണ്ടക്ടർ ഡിറ്റക്ടറുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഇവയൊന്നുമില്ലാതെ ദ്രവ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റില്ലായിരുന്നു. അതെ, ഒരു അദൃശ്യ കണത്തിന്റെ ആദ്യത്തെ സൂചന കാണുന്നത് മുതൽ ഒരു ആറ്റത്തിന്റെ ഹൃദയം തന്നെ മാപ്പ് ചെയ്യുന്നതുവരെ ഈ ഡിറ്റക്ടറുകളാണ് അദൃശ്യലോകത്തേക്കുള്ള നമ്മുടെ കണ്ണുകൾ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏത് ഡിറ്റക്ടർ വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ മാത്രം ആശ്രയിച്ചാണ്. നിങ്ങൾക്കൊരു ഫാസ്റ്റ് സ്നാപ്ഷോട്ടാണോ വേണ്ടത്, അതോ ഒരു ഹൈ റെസൊല്യൂഷൻ പോർട്രേറ്റ് ആണോ? ഇനി നമ്മൾ ക്വാണ്ടം ലോകത്തിലേക്ക് ഇതിലും ആഴത്തിൽ പോകുമ്പോൾ അവിടെയുള്ള രഹസ്യങ്ങൾ കാണാൻ ഏതുതരം പുതിയ കണ്ണുകൾ നമുക്ക് നിർമ്മിക്കേണ്ടി വരും? ചിന്തിച്ചു നോക്കൂ, ഭാവിയിൽ എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്?